ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ പേര് വെളിപ്പെടുത്തി അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ. താൻ കഞ്ചാവും മെത്താംഫെറ്റമിനുമാണ് ഉപയോഗിക്കാറുള്ളതെന്ന് നടൻ പോലീസിന് മൊഴി നൽകി. ലഹരി എത്തിച്ചു നൽകുന്നത് സിനിമയിലെ സഹപ്രവർത്തകരാണെന്നും നടൻ പറഞ്ഞു. ലഹരി വിമുക്തി കേന്ദ്രത്തിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നിന്നും 12 ദിവസത്തിനു ശേഷം ചാടിപ്പോവുകയായിരുന്നു. കൂത്താട്ടുകുളത്തെ ലഹരി വിമുക്തി കേന്ദ്രത്തിലെ ചികിത്സ പൂർത്തിയാക്കാതെയാണ് ഷൈൻ ചാടിപ്പോയത്. കഴിഞ്ഞ വർഷമാണ് സംഭവം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി പരിചയമുണ്ടെന്നും പലവട്ടം ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്നും ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട്. മയക്കുമരുന്ന് വിൽപ്പനക്കാരനായ സജീറുമായും പരിചയമുണ്ടെന്ന് നടൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷൈൻ ലഹരി ഇടപാടുകാരുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. സജീറുമായി സാമ്പത്തിക ഇടപാടില്ലെന്നായിരുന്നു നടൻ്റെ വാദം. എന്നാൽ ഇടപാടുകാരുടെ രേഖകൾ പോലീസ് കാണിച്ചതോടെ നടൻ പ്രതിരോധത്തിലായി. വലിയ തുകകളാണ് സജീറിന് താരം നൽകിയത്. പലതവണയായി സജീറിന് പണം നൽകിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജുകളും കോളുകളുമാണ് നടനെതിരായ കേസിൽ നിർണായകമായത്. അതേസമയം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടാലും ഷൈൻ ടോം ചാക്കോയെ വീണ്ടും പോലീസ് വിളിപ്പിക്കും. ചില മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനുണ്ടെന്ന് പോലീസ് പറയുന്നു. ലഹരി പരിശോധനയുടെ ഫലം വരുന്ന മുറയ്ക്കായിരിക്കും വിളിപ്പിക്കുക. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടനെതിരെ കേസെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും. നടനെതിരെ 3 വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് പോലീസിനെ കണ്ട് പേടിച്ചിട്ടാണെന്ന് ഷൈൻ മൊഴി നൽകിയിരുന്നു. ഗുണ്ടകളെന്ന് കരുതിയാണ് ഓടിയതെന്നും അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടപ്പോൾ ഭയന്നുവെന്നും ഷൈൻ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അതേസമയം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നടനെ എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചു. ആശുപത്രിയുടെ പുറകിലെ വാതിലിലൂടെയാണ് നടനെയും കൊണ്ട് പോലീസ് സംഘം പുറത്തിറങ്ങിയത്. സ്റ്റേഷനിലെത്തിച്ച് ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് സൂചന. നടൻ്റെ രക്തവും നഖവും മുടിയുമാണ് ലഹരി പരിശോധനയ്ക്കായി ശേഖരിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധനയിൽ വ്യക്തമാക്കും. ഷൈൻ ലഹരി പരിശോധനയ്ക്ക് സമ്മതിച്ചിരുന്നു. സ്റ്റേഷൻ ജാമ്യത്തിലാണ് നടനെ പോലീസ് വിട്ടയച്ചത്. ജാമ്യ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് 5:30 ഷൈൻ ടോം ചാക്കോ എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നിന്ന് മടങ്ങി. കേസുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തിങ്കളാഴ്ച തന്നെ ഹാജരാകാമെന്ന് നടൻ അറിയിച്ചു. അതിനാൽ തിങ്കളാഴ്ച തന്നെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അച്ഛൻ്റെയും അമ്മയുടെയും ജാമ്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് വിട്ടയച്ചത്. മാതാപിതാക്കളാണ് നടന് ജാമ്യക്കാരായതെങ്കിലും സഹോദരനും സുഹൃത്തുക്കളും അഭിഭാഷകരും സ്റ്റേഷനിലെത്തിയിരുന്നു. അതേസമയം ജാമ്യത്തിലിറങ്ങിയ ഷൈൻ ടോം ചാക്കോ കുടുംബാംഗങ്ങൾക്കൊപ്പമായിരുന്നില്ല തിരികെ പോയത്. സുഹൃത്തുക്കൾക്കും അഭിഭാഷകർക്കും ഒപ്പമാണ് അദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്.